അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യം ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇമോഷണൽ ഇന്റലിജൻസ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അല്ലെ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ ടോപ്പിൽ സ്ലൈറ്റ്ലി ഒന്ന് വ്യതിചലിച്ചിട്ട് നമ്മൾ ഈ ജോലി എന്ന് മാത്രം പറഞ്ഞ് ഒരുപാട് പേരുടെ ജോലി പോകുന്നു പറയുന്നതിനെക്കാട്ടിലും ഈ ലോകത്ത് എത്രയോ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലി പോകുന്നത് ഒരു 10%, 5% മാത്രം ചിന്തിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഇത്രയും കാലമായിട്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്ന 10-20 വയസ്സുള്ള ഒരാള് ഇന്ന് 20 വയസ്സുള്ള ഒരാൾ ചെയ്യാൻ പറ്റുന്നത് ഒരു 10 വർഷം 20 വയസ്സുള്ള ആൾ ചെയ്യാൻ പറ്റുന്നതിന്റെ 100 ഇരട്ടിയായിരിക്കും. ആ രീതിയിലേക്ക് വരാനുള്ള കാരണം AI മാത്രമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നതുകൊണ്ടാണ് ഇപ്പൊ ആ കുട്ടിക്ക് ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഒരു ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യവും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ, അതിനെക്കുറിച്ച് കൂടുതൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമെങ്കിൽ അത് AI കൊണ്ടാണ്. മുമ്പ് ഒരു സെക്കൻഡ് അപ്ഡേഷൻ ഉണ്ടാവുന്നത് നല്ലതാണ്, ജോലി പോകുക, അവസരങ്ങൾ ഉണ്ടാവണ്ടേ? അവസരങ്ങൾ കഴിവുള്ളവർക്ക് എന്നും ഉണ്ടായിട്ടുണ്ട് സാർ. പണ്ട് സ്റ്റീം എഞ്ചിൻ വന്ന സമയത്ത് നമുക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ചരക്ക് നിയന്ത്രണം അല്ലെങ്കിൽ ചരക്ക് വേറെ സൈഡിൽ കൊണ്ടുപോകേണ്ട, സ്റ്റീം എഞ്ചിൻ എൻ്റെ ജോലി കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ടാകാറുണ്ട്. ഈ AI കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു കുട്ടിക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 10 വർഷം മുമ്പ് ഒരു കുട്ടി 10 വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അത്രയ്ക്ക് അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുള്ളപ്പോൾ അത് നമ്മൾ എംബ്രേസ് ചെയ്യല്ലേ വേണ്ടത്. ബ്ലൈൻഡായിട്ട് എതിർക്കുകയല്ല. നിങ്ങൾ പറഞ്ഞ കറക്റ്റ്. ഇപ്പൊ കൊച്ചി തുറമുഖത്ത് കണ്ടെയ്നർ ഹൗസ് സ്റ്റഫിംഗ് വന്നപ്പോ TM മുഹമ്മദ് എന്ന് പറഞ്ഞ 3ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള CITയുടെ അന്നത്തെ സെക്രട്ടറിയാണ് ആ കണ്ടെയ്നർ ഹൗസ് സ്റ്റഫിംഗ് ആവശ്യമാണെന്ന് പറഞ്ഞത്. അവിടുത്തെ CITക്കാർ ഒരുപാട് പേര് യൂണിയൻ വിട്ടുപോയി ഇത് പറഞ്ഞോടുകൂടി. കൊച്ചി തുറമുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. കൊച്ചി തുറമുഖത്തെ കണ്ടെയ്നർ ഹൗസ് സ്റ്റഫിംഗ് യാഥാർത്ഥ്യമായി വരേണ്ടി വന്നു. അതുകൊണ്ട് അവരുടെ തൊഴിൽ പോയില്ല. തുറമുഖം അവിടെ നിലനിന്നുകൊണ്ട് വേറെ അവർക്ക് ജോലി കിട്ടി. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് നല്ലതാ. പക്ഷേ അവസരങ്ങൾ കുറയുന്നുണ്ട്. അത് ബോധപൂർവം കുറയ്ക്കുന്നതാണ്. എനിക്കൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം അവസരങ്ങളുടെ കാര്യം. ഈ പറഞ്ഞ പോലെ ഒരു 5 വർഷം മുമ്പ് ഒരു എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു യങ്ങറായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം AI ഒക്കെ വന്നു, എസ്പെഷ്യലി 2022 ശേഷം സിംഗിൾ എംപ്ലോയി സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഇന്ത്യയിൽ എത്ര കൂടിയിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. അതും സക്സസ്ഫുൾ ആയിട്ടുള്ള സിംഗിൾ എംപ്ലോയി സ്റ്റാർട്ടപ്പുകൾ. കാരണം അയാൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻഡ് ടു എൻഡ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനെ റവന്യൂ ആക്കി മാറ്റാനും പറ്റും. ഒരു എംപ്ലോയിയെ പോലും ജോലിക്ക് എടുക്കാതെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ AI-ക്കാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോകത്തുള്ള എല്ലാ ജോലികളും AI ചെയ്യാവുന്ന ഒരു ഘട്ടം എത്തുന്നതെന്ന് വിചാരിക്കുക. അവിടെ പോലും അത് ചെയ്യേണ്ട ഒരു നീഡ് മനുഷ്യൻ്റെതാണ്. അത് ആ ഒരു ജോലി തീർക്കണ്ട. ഇപ്പം SKN ഇവിടെ വന്നിട്ട് ഇത് അവതരിപ്പിക്കുക എന്നുള്ളത് SKNന്റെ നീടാണ്. അതിന് വേറൊരാളെ മനുഷ്യൻ പറയും AI ചെയ്യും എന്നുള്ളത് മാറിയല്ലോ ഇപ്പൊ. അതെ, AI പലതും പറയും, മനുഷ്യൻ ചെയ്യും. ആ അവസ്ഥയായോ? ഇല്ല, അങ്ങനെയൊന്നും വന്നില്ല. നമ്മൾ നമ്മുടെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് മാത്രം AI കാണുകയും നമ്മുടെ പ്രൊഡക്റ്റ് ന്യൂക്ലിയർ വാർ ഉണ്ടാവും.